ബാർക്ക് തട്ടിപ്പിൽ കേരള ഡിജിപിയുടെ പ്രാഥമിക റിപ്പോർട്ട് കാത്തിരിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ. എഫ്ഐആറിൽ സ്വീകരിച്ച നടപടികൾ ഉൾപ്പെടെ അറിയിക്കാൻ ഡിജിപിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വതന്ത്ര ഏജൻസിയെ ഉപയോഗിച്ച് ബാർക്ക് ഫോറൻസിക് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. ലോക്സഭയിൽ കെ സുധാകരൻ എംപിയുടെ ചോദ്യത്തിന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ നൽകിയ മറുപടിയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. 24 ബിഗ് ബ്രേക്കിംഗ്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായുണ്ട്. ബൽറാം, ബാർക്കിന്റെ വിശ്വാസ്യതയിൽ സംശയം രേഖപ്പെടുത്തുന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവന്നതിന്റെ അടിസ്ഥാനത്തിലാണ് 24 ഈ കാര്യങ്ങളിൽ പരിശോധന ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയതും ബാർക്കിലെ ചില തെറ്റായ പ്രവണതകളും ഇടപെടലുകളും സംബന്ധിച്ച കാര്യങ്ങൾ അതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ നൽകിക്കൊണ്ട് അന്വേഷണത്തിലേക്ക് നയിച്ചതും. ഇതിപ്പോൾ ഈ അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്, ഏതുവരെ ഈ അന്വേഷണം എത്തി നിൽക്കുന്നു, ബാർക്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഇന്ന് കെ സുധാകരൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് എന്താണ് കേന്ദ്രം നൽകിയ മറുപടി? GK, ഈ അന്വേഷണത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ അടക്കമുള്ള 5 ചോദ്യങ്ങൾ ആണ് കെ സുധാകരൻ MP പാർലമെന്റിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തോട് ഉന്നയിച്ചിരുന്നത്. ആ ചോദ്യങ്ങൾക്ക് മറുപടി ആയിക്കൊണ്ടാണ് ഈ വിഷയത്തിൽ, അതായത് ഓപ്പറേഷൻ സത്യയിലൂടെ കേരളത്തിലെ ഒരു ചാനൽ ഉടമയും ഒപ്പം തന്നെ ബാർക്കിലെ ഒരു ജീവനക്കാരനും തമ്മിൽ ബാർക്ക് റേറ്റിംഗിൽ അട്ടിമറി നടത്തുന്നതിന് വേണ്ടി നടത്തിയ ആശയവിനിമയങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെയുള്ളവയായിരുന്നു 24 പുറത്തുവിട്ടത്. ആ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും ഈ വിഷയത്തിൽ കേരള പോലീസിനോട്, കേരള DGPയോട് വിശദീകരണം തേടിയതായി നേരത്തെ തന്നെ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചിരുന്നു. ഈ സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് കേരള പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. കേരള പോലീസിന്റെ DGPയുടെ പ്രാഥമിക റിപ്പോർട്ട് കാത്തിരിക്കുകയാണ് എന്നാണ് വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ ലോക്സഭയിൽ നൽകിയ മറുപടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.